നമുക്ക് ഈ വീഡിയോയിൽ ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഓരോ തരം ആഹാരത്തിനും ഓരോ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ചിലത് ബേസിക് ആയിരിക്കും, ചിലത് അസിഡിക് ആയിരിക്കും. ചില ആഹാരങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ നോക്കാം. സിട്രസ് ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട്സ് പ്രധാനമായിട്ട് നമുക്ക് ലെമൺ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡാണ്. ആപ്പിളിൽ മാലിക് ആസിഡ് അതുപോലെ അസ്കോർബിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഒണിയൻ നമ്മുടെ സവോളയില്ലേ അതിൽ ഓക്സാലിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. പാല്, തൈര്, ചീസ് പോലുള്ള ആഹാര സാധനങ്ങളിൽ ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. ഗീ ഉണ്ടല്ലോ നമ്മുടെ നെയ്യ്, അതിൽ പാൽമിറ്റിക് ആസിഡും അതുപോലെ ഒലീക് ആസിഡുമാണ് അടങ്ങിയിട്ടുള്ളത്. ആപ്പിളിൽ മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബനാന, നമ്മുടെ ഏത്തയ്ക്ക ഒക്കെ ഉണ്ടല്ലോ അതിലും മാലിക് ആസിഡാണ്. ഗ്രേപ്സ്, മുന്തിരിങ്ങയിൽ മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിങ്ങയിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ആസിഡാണ് ടാർട്ടാറിക് ആസിഡും. പിന്നെ പൊമഗ്രനേറ്റ് ഉണ്ടല്ലോ, മാതള നാരകം, അതിൽ നമുക്ക് മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബെറീസിലും ടൊമാറ്റോ, തക്കാളി, അപ്പോൾ അതിലെല്ലാം മാലിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ ബ്രൊക്കോളിയിലും മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറിയിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്രാൻബെറിയിൽ ബെൻസോയിക് ആസിഡാണ്. പ്ലംസിലും ബെൻസോയിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി പ്രോൺസ് എന്ന് പറയുന്നത് ഈ ഡ്രൈഡ് പ്ലംസിനെയാണ് പ്രോൺസ് എന്ന് പറയുന്നത്. അതിലും ബെൻസോയിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. ടമറിൻഡ്, നമ്മുടെ പുളി ഉണ്ടല്ലോ, പിഴുപുളി, അതിൽ ടാർട്ടാറിക് ആസിഡ്. ഗ്രേപ്സിലും ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിൾസിൽ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ടാർട്ടാറിക് ആസിഡ്. ക്യാരറ്റിൽ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പെപ്പർ, കുരുമുളക് ഉണ്ടല്ലോ, അതിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സ്പിനാച്ച്, ചീര ഉണ്ട്, അതിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സ്പിനാച്ചിൽ നമ്മൾ പറഞ്ഞു ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ലെറ്റ്യൂസിലും ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇനി കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങാപ്പാലിൽ ലോറിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. പീനട്ട് ഓയിലിൽ അരക്കിഡിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺ ഓയിലും അരക്കിഡിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കൊക്കോ ബട്ടറിലും അരക്കിഡിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് അമിനോ ആസിഡാണ്. റൈസ്, നമ്മുടെ അരിയിൽ ഫൈറ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സോയാബീനിലും ഫൈറ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. കോക്കനട്ട് ഉണ്ടെന്നല്ലോ, നമ്മുടെ തേങ്ങയിൽ കാപ്രിക് ആസിഡ്. ടപ്പിയോക്കയിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. പിന്നെ ടീ ഉണ്ടല്ലോ, നമ്മുടെ ചായ, തേയില, അതിലടങ്ങിയിട്ടുള്ളത് ടാനിക് ആസിഡാണ്. വിനാഗിരി ഉണ്ട്, വിനീഗറിൽ അടങ്ങിയിട്ടുള്ളത് അസറ്റിക് ആസിഡ്. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിലെല്ലാം അടങ്ങിയിട്ടുള്ളത് കാർബോണിക് ആസിഡാണ്. ഗ്വാവ, നമ്മുടെ പേരയ്ക്ക, അതിലടങ്ങിയിട്ടുള്ളത് അസ്കോർബിക് ആസിഡാണ്. അതുപോലെ തന്നെ ഗൂസ്ബെറി, നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളതും അസ്കോർബിക് ആസിഡാണ്. ഉറുമ്പ്, അതുപോലെ തന്നെ നമുക്ക് തേനീച്ചയൊക്കെ കുത്തുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു നീറ്റലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പം ഈ തേനീച്ച അല്ലെങ്കിൽ ഉറുമ്പിൻ്റെയൊക്കെ വിഷത്തിൽ അടങ്ങിയിട്ടുള്ളത് ഫോമിക് ആസിഡാണ്. അപ്പം തേനീച്ചയുടെ ഉറുമ്പിൻ്റെയൊക്കെ ആ ഒരു വിഷത്തിൽ അടങ്ങിയിട്ടുള്ളത് ഫോമിക് ആസിഡ്. ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സൊക്കെ. ഇത് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് പഠിച്ച് വെക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് വരുമ്പോൾ അത് പെട്ടെന്ന് എഴുതാനായിട്ട്, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.